നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മെ തേടിയെത്തിയത് ഒരു മോശം വാർത്തയായിരുന്നു. കാരണം ഒരു പ്രവാസിയുടെ ഒരു വിടവാങ്ങലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊലപാതകമായിരുന്നു ആ വാർത്ത എന്ന് പറയുന്നത്. വളരെ നല്ല പ്രായത്തിലെ ദുബായിലെത്തുകയും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെത്തുകയും കഷ്ടപ്പെട്ട് തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയും പെട്ടെന്നൊരു ദിവസം അതെല്ലാം ഇല്ലാതാവുകയും ചെയ്ത ഒരു വാർത്തയായിരുന്നു. താഴെത്തട്ടിലുള്ള ജോലിയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെയും ആത്മാർത്ഥ ശ്രമത്തിലൂടെയുമാണ് ഉയരങ്ങളിലെത്തിയ യുവാവാണ് ഇന്നലെ ഷാർജ ബുദീനയിൽ കുത്തേറ്റ് മരിച്ച പാലക്കാട് തൃക്കക്കല്ലൂർ കല്ലുകുഴി അബ്ദുൽ ഹക്കീം പട്ടലത്ത്. 36 വയസ്സായിരുന്നു പ്രായം. ഷാർജ മുവൈലിലെ താൻ ജോലി ചെയ്യുന്ന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനടുത്തെ കഫറ്റീരിയയിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് അബ്ദുൽ ഹക്കീം കൊല്ലപ്പെട്ടത്. 8 വർഷമായി നെസ്റ്റോ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ഈ യുവാവ് പാക്കിംഗ് ജോലി ചെയ്താണ് ഉപജീവിതം ആരംഭിച്ചത്. തുടർന്ന് സെയിൽസ്മാനായും പിന്നീട് ഫ്രണ്ട് ആൻഡ് മാനേജർമാരായും വളർന്നു. എല്ലാവരോടും സൗമ്യത്തോടെ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനും മറ്റ് ജീവനക്കാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എല്ലാവരുമായും വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന അബ്ദുൽ ഹക്കീം അവരുടെ എല്ലാം സ്വകാര്യ ദുഃഖങ്ങൾ തന്റേതായി കൂടി കാണുമായിരുന്നുവെന്ന് ഇദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നു. 3 മാസം മുൻപ് അബ്ദുൽ ഹക്കീം നാട്ടിലെത്തി മടങ്ങിയതാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. ഹംസ പട്ടലത്ത് സക്കീന ദമ്പതികളുടെ മകനാണ് അദ്ദേഹം. ഭാര്യ ഷഹന ഷെറിൻ, മക്കൾ സിയ, മഹ്ഫീൻ, ഹയ, ഇഷൽ എന്നിവരാണ്. നെസ്റ്റോയിലെ ജീവനക്കാരെല്ലാം ജോലി ഒഴിവുവേളകളിലും മറ്റും ചായ കുടിക്കാനായി ചെല്ലാറുള്ള കഫറ്റീരിയയിലായിരുന്നു കൊലപാതകം നടന്നത്. ഇന്നലെ അർദ്ധരാത്രി സഹപ്രവർത്തകർ മലപ്പുറം സ്വദേശി ഫവാസ് ചായ കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ എത്തിയ പ്രതിയായ പാകിസ്ഥാൻ സ്വദേശി നിസാര കാര്യങ്ങൾ പറഞ്ഞ് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് ഫവാസിന്റെ മുഖത്തേക്ക് ചായ ഒഴിച്ചതായും പറയുന്നു. ഈ സംഭവം അറിഞ്ഞ അബ്ദുൽ ഹക്കീം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ എത്തുകയായിരുന്നു. എന്നാൽ പ്രകോപിതനായ പ്രതി അബ്ദുൽ ഹക്കീമിനെ ഷവർമ സ്റ്റാളിൽ നിന്ന് കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. കഴുത്തിലാണ് കുത്തേറ്റത്. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഇയാളെ പോലീസ് എത്തിയാണ് കീഴടക്കിയത്. പരിക്കേറ്റ അബ്ദുൽ ഹക്കീമിനെ തൊട്ടടുത്തുള്ള സുലേഖ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കത്തികുത്ത് തടയാൻ ശ്രമിച്ച മറ്റൊരു സഹപ്രവർത്തകനായ ഈജിപ്ത് സ്വദേശി മുഹമ്മദ് ഹാത്തിയ്ക്കും പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇയാൾക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി. ഫവാസ്, മുഹമ്മദ് ഹാഫാത്തിയ എന്നിവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് നെസ്റ്റോ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തൊഴിലുടമയുടെ വീട്ടിൽ നിന്ന് ആഭരണങ്ങളും കമ്പ്യൂട്ടറും വാച്ചുകളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരുടെ ശിക്ഷ ദുബായ് അപ്പീൽ കോടതി ശരിവെച്ചു. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. മോഷണക്കുറ്റവും ആരോപിച്ച് തൊഴിലുടമ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത്. തന്റെ ഭാര്യയുടെ കമ്പ്യൂട്ടറും ടാബ്ലറ്റും സ്വർണവാച്ചും ആഭരണങ്ങളും കാണാതായെന്നായിരുന്നു പരാതി. വീട്ടിലെ ജോലിക്കാരെയെല്ലാം പരാതിക്കാരൻ ചോദ്യം ചെയ്തുവെങ്കിലും അവരെല്ലാം ആരോപണങ്ങൾ നിഷേധിച്ചു. ഈ സമയം ഒരു വീട്ടുജോലിക്കാരി വാർഷിക അവധിയിൽ നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവരുടെ മുറി കാലിയായിരുന്നുവെങ്കിലും അത് പരിശോധിക്കാൻ വീട്ടുടമ മറ്റു ജോലിക്കാരോട് ആവശ്യപ്പെട്ടു. അവരാണ് നാട്ടിലേക്ക് അയക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന 3 ബോക്സുകൾ അവിടെ കണ്ടെത്തിയത്. മോഷണം പോയ സാധനങ്ങൾ അതിലുണ്ടായിരുന്നു. ഇവ തന്റെ വീട്ടിലെ അഡ്രസ്സിൽ അയച്ചു തരണമെന്ന് മറ്റൊരു ജോലിക്കാരിയോട് ഇവർ ആവശ്യപ്പെടുകയും അതിനായി പണം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ നൽകിയിട്ട് പോയ തുകയേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു സാധനങ്ങൾ അയക്കാൻ വേണ്ടിയിരുന്ന തുക. അതുകൊണ്ട് തന്നെ ഇവ അയച്ചു കൊടുത്തില്ല. നാട്ടിൽ നിന്ന് ഇവർ പലതവണ തന്റെ സഹപ്രവർത്തകയെ ഫോണിൽ വിളിച്ച് എന്തുകൊണ്ടാണ് പെട്ടികൾ അയക്കാൻ വൈകുന്നതെന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അവധി കഴിഞ്ഞ് UAE-യിൽ തിരിച്ചെത്തിയപ്പോഴാണ് ജോലിക്കാരെ അറസ്റ്റിലായ വിവരം അറിഞ്ഞതും ചോദ്യം ചെയ്തപ്പോൾ ഇവർ കുറ്റം നിഷേധിക്കുകയുമായിരുന്നു. തന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളും പാത്രങ്ങളും മറ്റ് വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും വീട്ടുടമയുടെ ഭാര്യയും മക്കളും തനിക്ക് തന്നതായിരുന്നുവെന്നാണ് ഇവർ വാദിച്ചത്. കേസ് ആദ്യം പരിഗണിച്ച ദുബായ് പ്രാഥമിക കോടതി വീട്ടുജോലിക്കാരിക്ക് 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചു. ഒപ്പം 2000 ദിർഹം പിഴയും ഇവർ അടയ്ക്കണം. ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഇവരെ നാടുകടത്തണമെന്നും ഉത്തരവുണ്ട്. കഴിഞ്ഞ ദിവസം അപ്പീൽ കോടതിയുടെ ഈ ഉത്തരവ് ശരിവച്ചിരുന്നു.